എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാവയ്ക്കയും ക്യാരറ്റും കൂടി ചേർത്തിട്ടാണ് ഈ തോരൻ തയ്യാറാക്കിയിട്ടുള്ളത്. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഈ രീതിയിൽ തയ്യാറാക്കിയാൽ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഈ തോരന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ക്യാരറ്റും 3 ചെറിയ പാവയ്ക്കയുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂൺ നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1 വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തത്. ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 ഉണക്കമുളകാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഈ ഉണക്കമുളക് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അടുത്തതായിട്ട് നമുക്ക് സവാളയാണ് ഇതിലേക്ക് ചേർക്കാനുള്ളത്. ഒരു സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഈ സവാളയൊന്ന് വഴന്നു വരാനുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകുമാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും പാവയ്ക്കയും ഒരുമിച്ചാണ് ചേർക്കുന്നത്. 2 ക്യാരറ്റാണ് ചേർത്തിട്ടുള്ളത്. 3 ചെറിയ പാവയ്ക്ക കട്ട് ചെയ്തെടുത്ത ശേഷം ഏകദേശം 1.25 കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഈ തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വീണ്ടും ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാനുണ്ട്. നേരത്തെ സവാള വഴച്ചെടുക്കാനുള്ള ഉപ്പ് മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ വെജിറ്റബിളൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പാണ് ചേർക്കാനുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ കൂട്ട് ചേർത്തിട്ട് ഇത് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നിരത്തി മുകളിലൊന്ന് വെച്ച ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിവിടെ ഏകദേശം ഒരു 3 മിനിറ്റോളം ഒന്ന് ചെറിയ തീയിൽ അടച്ചു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഈ അരപ്പും വെജിറ്റബിളും എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് തുറന്ന് തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. തോരനൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ പാവയ്ക്ക ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാവയ്ക്ക മാത്രമായിട്ട് കഴിക്കാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ കുറച്ച് ക്യാരറ്റും കൂടി ചേർത്തിട്ട് തോരൻ തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്